NIOSന്റെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ, എല്ലാ പ്രാവശ്യം പ്രധാനപ്പെട്ട എന്നാണ് പറയുന്നത്, പക്ഷെ ഇന്നൊരു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോ, അത് കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, TMA ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുവാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സംവിധാനം NIOS ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് NIOSന്റെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പല കുട്ടികൾക്കും കൊറോണയും ഒമിക്രോണും മറ്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും മൂലം AI സെന്ററിൽ ചെന്ന് സമർപ്പിക്കുവാനുള്ള ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളോട് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ ആരോ ചെയ്ത ഒരു നല്ല ഒരു കാര്യമാണ് TMA ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുക. ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഓഫ്ലൈൻ കൊടുക്കുന്നതാണ് നല്ലതെന്ന് ഇപ്രാവശ്യം എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസം വരാൻ സാധ്യതയില്ല, കാരണം മാർക്ക് ഇടുന്നതൊക്കെ അതാത് സെന്ററിലെ ആൾക്കാരാണ്. എന്നിരുന്നാലും ഓൺലൈൻ ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്. ഓഫ്ലൈൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഓൺലൈൻ വഴി കൊടുക്കാൻ സാധിക്കും. അടുത്ത ബാച്ച് മുതൽ എന്തായാലും നിർബന്ധമായിട്ടും ഓൺലൈൻ വഴിയായിരിക്കും TMA സമർപ്പിക്കേണ്ടത്. TMA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന അസൈൻമെന്റ് എന്ന് കേട്ടിട്ടുണ്ട്. സെയിം തിങ്, ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്, TMA, സാധാരണ അസൈൻമെന്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഓൺലൈൻ വഴി അങ്ങനെ സമർപ്പിക്കാം എന്ന് പല കുട്ടികൾക്കും സംശയമുണ്ട്. വിദേശങ്ങളിലുള്ള ചില വിദ്യാർത്ഥികൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്, എങ്കിലും പലർക്കും ഇത് നോക്കാനും ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ചില സ്ഥാപന ഉടമകളെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുക സംശയം. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സ്ഥാപന ഉടമകൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചേർന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ആ സ്ഥാപനം കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് വലിയ തലവേദന ഉണ്ട്. തെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം ഒഴിവാകുകയും ചെയ്യും. കുറെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കുവാനുണ്ട്. എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ സ്റ്റുഡൻസ് ലോഗിനിൽ പോയിട്ട് ലോഗിൻ ചെയ്യണം. അതിനുശേഷം നിങ്ങളൊരു ഡാഷ്ബോർഡ് കിട്ടും. ആ ഡാഷ്ബോർഡിൽ പോയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഒരു കുട്ടിയുടെ ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക കുറെ കാര്യങ്ങളുണ്ട്. പബ്ലിക് എക്സാം, ഇവിടെ TMA എന്നൊരു സംഭവം ഉണ്ടാവും. ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്, ഇതാണ് ഈ കാണുന്നില്ല, ദിസ് വൺ, ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് TMA എന്നൊരു ഓപ്ഷൻ ആണ്. അത് ക്വസ്റ്റ്യൻ, TMAയുടെ ക്വസ്റ്റ്യൻ എടുക്കാനുള്ളതാണ്. ഓരോ വിഷയത്തിന്റെയും ക്വസ്റ്റ്യൻ എടുക്കാനാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണുള്ളത്. അപ്പൊ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഡൗൺലോഡ് ആണ്. മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കാണും. ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, ബിസിനസ് സ്റ്റഡീസ്, ഹോം സയൻസ്, സോഷ്യോളജി, അങ്ങനെ കാണുന്നത്. അപ്പൊ ഈ വിദ്യാർത്ഥിക്ക് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതാണോ ആ സബ്ജക്റ്റുകൾ മുഴുവൻ അവിടെ കാണും. അവിടെ നമ്മൾ ഡൗൺലോഡ് TMA ഇൻ ഇംഗ്ലീഷ് സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് TMA. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട സബ്ജക്ട് ഏതാണ്, ലാംഗ്വേജ് ഇതാണ്. ഇംഗ്ലീഷിലേ വരുള്ളൂ. പൊളിറ്റിക്കൽ സയൻസ് നോക്കൂ, ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊമേഴ്സ് ആൻഡ് ബിസിനസ് സ്റ്റഡീസിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഉണ്ട് കേട്ടോ. സെലക്ട് മീഡിയം കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഹോം സയൻസ് എടുക്കാണ്. അവിടെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം കൊടുക്കുന്നു. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് PDF ആയിട്ട്, പൊളിറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുടെ PDF ആയിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പകർത്തി എഴുതണം. അത്രേ ഉള്ളൂ, സിമ്പിൾ തിങ്. നമുക്ക് വേണ്ടത് പക്ഷേ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, TMA എഴുതി എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നാണ് നമ്മൾക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ ബാക്ക് പോവുകയാണ്. ബാക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് വരുന്നു. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അത് അപ്ലോഡ് TMA. അപ്പൊ TMA നിങ്ങൾ എഴുതിയിട്ട് ഹാൻഡ് റിട്ടൺ വേണം കേട്ടോ. ഒരു കാരണവശാലും ടൈപ്ഡ് സംഭവം ചെയ്യാൻ പാടില്ല. അത് ഹാൻഡ് റിട്ടൺ വേണം. ചില കുട്ടികളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചില നല്ല സമർത്ഥരായിട്ടുള്ള നല്ല വിദ്യാർത്ഥികൾ, അവരൊക്കെ മറ്റ് ഫ്രണ്ട്സ് എഴുതിയ കോപ്പി എടുത്ത് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കില്ല മക്കളെ. നിങ്ങളുടെ കൈകൾ കൊണ്ട് എഴുതിയ ഹാൻഡ് റിട്ടൺ കോപ്പി സ്കാൻ ചെയ്ത് അതിനെ PDF ആക്കി മാറ്റണം. 5 MB താഴെ PDF ആക്കി മാറ്റണം. അതാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് ഫ്രണ്ട് പേജിൽ പേര് വെക്കണ്ടേ എന്നൊക്കെ ചില സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല. എങ്കിൽ പേര് വെച്ചതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. അപ്പൊ ഫ്രണ്ട് പേജിൽ നിങ്ങൾ നിങ്ങളുടെ പേര്, എൻറോൾ നമ്പർ ഒക്കെ എഴുതണം, സബ്ജക്റ്റിന്റെ പേര് എഴുതണം. ശ്രദ്ധിക്കണം, സബ്ജക്റ്റ് മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഒരു പക്ഷേ ടെക്നോളജി ഉള്ളതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലാണ് പോവുക എന്ന് നിങ്ങളുടെ പേരൊക്കെ അവിടെ ഉണ്ട്, അതിന്റെ ആവശ്യം കാണില്ല. എങ്കിലും അത് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു അപകടവും വരാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്ലോഡിംഗ് ഓഫ് TMA വിൽ ബി അവൈലബിൾ. അതായത് TMA ആ പറയുന്ന സമയത്തിനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് TMA ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ജനുവരി 31 മുമ്പ് നിങ്ങൾ TMA PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നാണ് അർത്ഥം. 31 കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് പുറകെ പറയാം. ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ദി ലേണേഴ്സ്. അതായത് സ്ട്രീം 1 ഉള്ള കുട്ടികൾ അവർക്കാണ് ഇത് ബാധകം. അപ്പൊ സ്ട്രീം 1 ഏപ്രിൽ ബാച്ച് ഉണ്ട്, ബ്ലോക്ക് 1, ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഒക്ടോബർ ബാച്ചാണ്. അപ്പൊ ഇപ്പോൾ നമുക്ക് ഏപ്രിൽ ബാച്ച് സ്ട്രീം 1 ബ്ലോക്ക് 1 എന്ന് പറയുന്ന ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഏപ്രിൽ ബാച്ചിലെ കുട്ടികൾക്ക് ഓഫ്ലൈനായും ഓൺലൈനായും പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒക്ടോബർ ബാച്ച് വരുമ്പോൾ അത് നിർബന്ധമായിട്ടും ഓൺലൈൻ ആകും എന്നാണ് ഇതുവരെയുള്ള NIOSന്റെ അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് നോക്കാം. അതായത് ഒരു കുട്ടിക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടോ ആ സബ്ജക്റ്റിന്റെ ആണ് നമുക്ക് TMA അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. Once the due date കഴിഞ്ഞു കഴിഞ്ഞാൽ learner will be able to upload the TMA only after paying the TMA fee on ഓൺലൈൻ. അതായത് ആ 31 ജാനുവരി കഴിഞ്ഞാൽ ലേറ്റ് ഫീ അടച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ചേരാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ TMA. ലേറ്റ് ഫീ എത്രയാണ്? 1500 രൂപ. എത്ര വിഷയത്തിന്? ഒരു വിഷയത്തിന്. അപ്പോൾ 5 വിഷയമുണ്ടെങ്കിലോ 7500 rupees. ഫൈൻ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 2-3 ദിവസം കൊണ്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. ഇന്ന് 23 ആയിട്ടുള്ളൂ. 31 വരെ സമയമുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ എഴുതി സമർപ്പിക്കുവാനുള്ള സമയം ധാരാളമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണം. അതുപോലെ പിന്നീട് വരുന്നത് 4 steps എന്ന് പറയുന്നത് ഒന്ന് ഡൗൺലോഡ് TMA. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ഹാൻഡ് റിട്ടേൺ TMA ആൻഡ് മാർക്കിംഗ് ഈച്ച് പേജ് വിത്ത് പേജ് നമ്പർ. എല്ലാ പേജിലും പേജ് നമ്പർ നിങ്ങൾ ഇടണം. പേജ് നമ്പർ ഇടണം, നിർബന്ധമാണത്, മാറിപ്പോകരുത്. സ്കാൻ ദ ഹാൻഡ് റിട്ടേൺ TMAs ഇൻ PDF ഇൻ ഈച്ച് സബ്ജക്ട് സെപ്പറേറ്റ്ലി. ഓരോ സബ്ജക്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ PDF ആയിട്ട് എല്ലാം കൂടി ഒന്നിച്ച് വെക്കരുത്, എങ്കിലും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലോഡ് TMA സേവ്ഡ് ഇൻ ടു PDF. നോക്കാം. നോക്കൂ, ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു TMA ഞാൻ ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഞാനിവിടെ വ്യൂ ആൻഡ് അപ്ലോഡ് TMA ക്ലിക്ക് ചെയ്യാം. ഇതാ, അപ്പോൾ ഇത് ഇംഗ്ലീഷ് TMA ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹാൻഡ് റിട്ടേൺ സ്കാൻ ചെയ്ത് ഡെസ്ക്ടോപ്പിൽ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഓപ്ഷൻ വരും. ഡൗൺലോഡ് TMA അല്ല കൊടുക്കേണ്ടത്, അപ്ലോഡ് ഫയൽസ്. അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് കൊടുക്കുക. ബ്രൗസ് കൊടുക്കുന്നു. ഇവിടെ ഏതാണോ ഫയൽ എടുക്കേണ്ടത് ആ ഫയൽ ക്ലിക്ക് ചെയ്യുക. സപ്പോസ് ഇതാണ് എന്ന് കരുതുക. സപ്പോസ് നമുക്കൊരു കാര്യമില്ല, ഞാൻ ഹോം സെൻസിലേക്ക് പോകാം. അപ്ലോഡ് ഫയൽസ് എടുക്കുന്നു. ഹോം സയൻസ് ശ്രദ്ധിക്കണം. അപ്ലോഡ് ബ്രൗസ് കൊടുത്തിട്ട് നമ്മൾ എഴുതിയ ഹാൻഡ് എഴുതിയ PDF ആക്കിയിട്ടുള്ള ഫയലാണ് എടുക്കേണ്ടത്. ഞാൻ ആ ഫയലിലേക്ക് പോവാണ്. സപ്പോസ് ഇതൊരു ഉദാഹരണമാണ് കേട്ടോ, നിങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഞാൻ ഇവിടെ പോയിട്ട് ഇതാ ഈ ഫയൽ ക്ലിക്ക് ചെയ്യാൻ തരിക. ഓപ്പൺ കൊടുത്തു. ദാ ഫയൽ വിൽ ബി അപ്ലോഡഡ്. അപ്പൊ ഇതാണ് മുഴുവൻ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് 5 MB താഴെ ആയിരിക്കണം PDF. മാക്സിമം 5 MB സൈസാണ് പറയുന്നത്. അപ്പൊ സൈസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ റീസൈസ്, ഓൺലൈൻ റീസൈസർ കിട്ടും, അതിലേക്ക് പോയിട്ട് ചെയ്യുക. ഇനി PDF ആക്കാനായിട്ട് അറിയാത്ത കുട്ടികൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് PDF കൺവേർട്ടർ എടുത്താൽ മതി. ഡൗൺലോഡ് ചെയ്യുക. PDF കൺവേർട്ടർ ആപ്പ് ഒത്തിരി ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ആപ്പ് എടുത്തിട്ട് അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ വെച്ച് ഡൗൺലോഡ് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട്, ഓരോ പേജ് ആയിട്ടില്ല, കണ്ടിന്യൂസ് പേജ് 10-20 പേജ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ 1, 2, 3, 4 അങ്ങനെ ചെയ്യാവുന്ന ആപ്പുകളുണ്ട്.
ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് PDF ആക്കി ഭംഗിയായിട്ട് വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മക്കളെ, ദിസ് ഈസ് ദ പ്രൊസീജിയർ ടു അപ്ലോഡ് യുവർ TMA ഫയൽസ് ത്രൂ ഓൺലൈൻ പ്രൊസീജിയർ. ഓൺലൈൻ വഴി TMA അപ്ലോഡ് ചെയ്യുന്ന കഥയാണ് ഈ പറഞ്ഞത്. അതിനുശേഷം ഈ കാണുന്ന സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് TMA സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് ലഭിക്കും. അതിനുശേഷം TMA സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ TMA സബ്മിറ്റഡ് ഓൺലൈൻ, ഇവാലുവേഷൻ ആൻഡ് മാർക്കിംഗ് പെൻഡിങ് എന്ന മെസ്സേജാണ് കാണാൻ കഴിയുക. ഫെബ്രുവരി 15 ശേഷം മാത്രമാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് മാർക്ക് സൈറ്റിൽ വരുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ ഇടയ്ക്ക് ഇത് ചെക്ക് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ മാർക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോഴേ തന്നെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് വിളിച്ച് അന്വേഷിച്ച് നടക്കരുത്, അതിന് ഒരു സമയക്രമമുണ്ട്. എന്തായാലും അത്തരം ഇൻഫർമേഷൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.